ഒരു നല്ല പ്രഭാതത്തെ കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യം അതിങ്ങനെ വായിക്കുന്നു. അങ്ങനെ പിശാച് തന്റെ സകല പരീക്ഷയും തികച്ച ശേഷം അല്പകാലത്തേക്ക് യേശുവിനെ വിട്ട് മാറി നിന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്നതായ എല്ലാ ദൈവമക്കളെയും കർത്താവ് ഇന്ന് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യത്തിന്റെ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുന്നത്, "Devil departed Jesus for a season." ഒരു സീസണിലേക്ക് മാത്രം പിശാച് യേശുവിനെ വിട്ടുമാറി നിന്നു. അതിന്റെ അർത്ഥം അനുകൂലമായ ഒരു സീസൺ വരുമ്പോൾ ഹി വിൽ കം ബാക്ക്, അവൻ തിരികെ വരും. ആ സീസണിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ അല്പകാലം, മലയാളത്തിൽ അതിന് അല്പകാലത്തേക്ക് മാത്രം യേശുവിനെ വിട്ടുമാറി നിന്നതായ പിശാച് യേശുവിൽ അനുകൂലമായ സാഹചര്യങ്ങൾ എപ്പോഴുണ്ടാകുന്നു എന്ന് നോക്കിക്കൊണ്ട് യേശു പോയിടത്തെല്ലാം അവനെ പിൻപറ്റിക്കൊണ്ടിരുന്നതായ ഒരു പൈശാചിക സാന്നിധ്യത്തെ ലൂക്കോസ് ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാം വിചാരിക്കും പിശാച് തോൽവിയടഞ്ഞ് ഓടിപ്പോയി, പിശാചിനെ ഓടിച്ചു കളഞ്ഞു, പിശാചിന് ഒരു രക്ഷയുമില്ലാതെ കണ്ടം വഴി ഓടിയെന്നൊക്കെ നമ്മൾ ഒരുപക്ഷെങ്കിൽ നാം പ്രസംഗിച്ചേക്കാം, വിശ്വസിച്ചേക്കാം, അല്ലെങ്കിൽ വായിച്ചേക്കാം. കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ലൂക്കോസ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്നത് ഇല്ല, താൻ പോയിട്ടില്ല. ഒരു സീസണിലേക്ക് മാത്രം, അല്പകാലത്തേക്ക് മാത്രം മാറി നിൽക്കുന്നതേ ഉള്ളൂ. എന്നാൽ എപ്പോൾ ഒരു ബലഹീനത കാണുന്നുവോ അപ്പോൾ ചാടി വീഴുവാൻ താൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് എടുത്തു കാണിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മിൽ പിശാച് തോൽവിയടഞ്ഞു. യെസ്, തോൽവിയടഞ്ഞു, സത്യം തന്നെ. എന്നാൽ പിശാച് നമ്മെ വിട്ടുപോയിട്ടില്ല, അവൻ നമ്മുടെ അടുത്തുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ പിടിച്ചു മാറ്റുവാൻ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്നതായ ഒരു പൈശാചിക പ്രവർത്തനം ജീവിത അവസാനം വരെയും നമ്മെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഈ ഒരു വാക്യത്തിൽ കൂടെ അനേക സന്ദേശങ്ങൾ നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ആ 13-ാം വാക്യത്തിന് ശേഷം 14-ാം വാക്യത്തിൽ വിട്ടു കിടക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശു ആത്മാവിന്റെ അമിതബലത്തോടുകൂടെ തന്റെ ശുശ്രൂഷയിലേക്ക് കടക്കുന്നു. അതെന്തിനാണ് അത്രയും ആത്മബലം? യേശുവിന് ഒരു കാര്യം മനസ്സിലായി, ഈ കക്ഷി പോയിട്ടില്ല, ഇവൻ എന്റെ പുറകെ വന്നുകൊണ്ടിരിക്കും, ഇവനെ ജയിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ ഒരാത്മബലം ആവശ്യമാണ്, ഒരാത്മ ചൈതന്യം എന്നിൽ ആവശ്യമാണ്. ഇല്ല എങ്കിൽ വാക്കുകൊണ്ടെങ്കിലും പിടിക്കുവാൻ വേണ്ടി അനേക തന്ത്രങ്ങൾ താൻ പ്രയോഗിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പോരാടും എന്ന് കർത്താവിന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പടയാളികൾ തന്റെ മേൽ കൈവച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോകുമ്പോൾ അനേകം സ്ത്രീജനങ്ങളും ശിഷ്യന്മാരും പുരുഷാരമൊക്കെയും മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ആ ദയനീയമായ കാഴ്ച കാണുവാൻ കഴിവില്ലാതെ സങ്കടപ്പെട്ട് അവർ ശബ്ദമുണ്ടാക്കി, അവർ നിലവിളിച്ചു. ആ നിലവിളി കേട്ടതായ കർത്താവ് തിരിഞ്ഞ് അവരോട് പറഞ്ഞതായ ഒരു വാക്യം ഈ സമയത്ത് ഓർക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം, പച്ച മരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയ മരത്തോട് എത്രയധികം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ പച്ചമരം? ജീവനും ചോരയും വെള്ളവും അല്ലെങ്കിൽ ആഹാരവും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു ചൈതന്യമുള്ളതായ ഒരു ജീവിതം, ഒരു ചൈതന്യമുള്ളതായ ഒരു വ്യക്തിത്വം, ഒരു ദൈവ ചൈതന്യമുള്ളതായ ഒരു വിശ്വാസികളുടെ ഒരു ജീവിതാവസ്ഥ. അവരോടിങ്ങനെ ശത്രു പ്രവർത്തിക്കുമെങ്കിൽ ഉണങ്ങിയ മരത്തോട് എത്രയധികം എന്ന് പറഞ്ഞാൽ ചൈതന്യമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രതിരോധ ശേഷിയില്ലാതെ തിരിച്ചൊരു നാവ് കൊണ്ടുപോലും അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടുപോലും ഒന്ന് ചലിപ്പിക്കുവാനും ഒരു മറുപടി പറയുവാനും കഴിവില്ലാതെ ആത്മീക ജീവിതത്തിൽ മുരടിച്ച് താറടിഞ്ഞതായ ജീവിതങ്ങളെ
എടുത്തു കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ആത്മീക ചൈതന്യത്തിൽ നിൽക്കുന്നവർക്ക് തന്നെയും ഇങ്ങനെയുള്ള ഒരു എതിർപ്പിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഒരു ചൈതന്യവും ഇല്ലാത്ത ജീവിതങ്ങളെ നിങ്ങളുടെ മേൽ വരുന്നതായ ക്രോധം, പിശാച് നിന്റെ മേൽ അഴിച്ചുവിടുവാൻ പോകുന്നതായ ആക്രമണത്തിന്റെ പ്രഹരം എത്ര വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പിശാചിന്റെ പരീക്ഷ തികച്ചതിനു ശേഷം 40 ദിവസത്തിന് ശേഷം അവൻ ആത്മാവിന്റെ ബലത്തോടുകൂടെ തന്റെ ശുശ്രൂഷയിലേക്ക് കടന്നു. അതെന്തിനാണ് ഈ ആത്മാവിന്റെ ബലം? കർത്താവിന് മനസ്സിലായി, ഇതില്ലാതെ പറ്റത്തില്ല. ഇവൻ പുറകെയുണ്ട്, ഇവൻ പോകത്തില്ല, ഇവൻ എന്റെ അവസാനം വരെ ഉണ്ട് എന്ന് കർത്താവിന് മനസ്സിലായി. അനേക പരീക്ഷന്മാരുടെയും അനേക പള്ളിപ്രമാണികളുടെയും ഒക്കെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരു വാക്കുകൊണ്ടെങ്കിലും യേശുവിനെ കുറ്റം വിധിക്കുവാൻ വേണ്ടി അവർ കാത്തിരുന്നു, പരിശ്രമിച്ചു. അവർ സ്വതവേ ചെയ്തതല്ല, അവരിൽ കൂടെ അല്പകാലത്തേക്ക് മാറി നിന്ന ഈ പൈശാചിക ശക്തി അവരിൽ കൂടെ വ്യാപരിച്ചു ചെയ്തതാണ്. എന്നാൽ കർത്താവ് അവിടെ ഒക്കെ ജയം പ്രാപിച്ചു. അവനിൽ പച്ചമരമാണെന്ന് അവൻ അവിടെ തെളിയിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും പിശാചിന് അവന്റെ മേൽക്കോയ്മ കൊള്ളുവാൻ സാധിച്ചില്ല. ഗെത്സമനിയിൽ വെച്ച് കർത്താവ് തകർന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടായി എന്ന് നമുക്ക് തോന്നിയേക്കാം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും അകറ്റണമേ. ഉടനെ ദൈവത്തിന്റെ ആത്മാവ് അവൻ ആശ്രയിച്ച, അവനിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നതായ ആത്മാവ് അവന്റെ തുണയ്ക്ക് വേണ്ടി വന്നു. അവനെ ആത്മാവിനാൽ നിറയ്ക്കുണ്ടായി. അടുത്ത വാചകം കർത്താവിൽ നിന്ന് വരികയാണ്, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് കർത്താവിൽ നിന്ന് ആ വാക്ക് കേട്ട ഉടനെ ആ വാക്കുമായി ദൂതസംഘം പിതാവിന്റെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പിശാചിനെ എന്നേക്കുമായി ജയിച്ചുകൊണ്ട് ക്രൂശിൽ ജയോത്സവം കൊണ്ട് 3-ാമത്തെ ദിവസം കല്ലറകളെ ജയിച്ചുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് താൻ ഉച്ചരിച്ചുകൊണ്ട് ഇതാ പുറത്തു വന്നു. അന്ന് കർത്താവ് ആയിരങ്ങൾക്ക് പ്രത്യക്ഷനായി, 10,000-ങ്ങൾക്ക് പ്രത്യക്ഷനായി. അന്ന് തുടങ്ങിയതായ പ്രത്യക്ഷത ഇന്നും തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, തന്റെ പ്രത്യക്ഷതയ്ക്കായി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇതാ ദൈവത്തിന്റെ ആത്മാവ് വാഗ്ദാനം ചെയ്യുകയാണ്. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ നിങ്ങളോട് പ്രസ്താവിക്കുന്നതെന്ന് പത്രോസും ശിഷ്യന്മാരും പറഞ്ഞതുപോലെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികൾ, കർത്താവിന്റെ മഹത്വത്തെ ദർശിക്കുവാൻ കഴിഞ്ഞ സാക്ഷികൾ, അതാണ് നമ്മുടെ ആത്മബലം. ഉയർത്തെഴുന്നേറ്റവന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്നതായ ഒരു ജയത്തിന്റെ സാക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും പിശാച് നമ്മോടൊപ്പമുണ്ട്. ഒരു സീസണിൽ മാത്രമേ അവൻ അകന്നു നിൽക്കുന്നുള്ളൂ, അവൻ മുഴുവനായി നമ്മെ വിട്ട് പോയിട്ടില്ല എന്നുള്ളത് ഒരു ബോധമാണ്. ദൈവത്തോട് ഏറ്റവും കൂടുതൽ ബലത്തിനായി അല്ലെങ്കിൽ സഹായത്തിനായി നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ നമ്മെ സഹായിക്കുന്നതായ ശക്തി. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ മർമ്മപ്രധാനമായി മനസ്സിലാക്കിയില്ല എങ്കിൽ പലപ്പോഴും പല വിടുതലുകളിലും നമ്മൾ വിചാരിക്കും ശത്രു വിട്ടുപോയി, അവൻ തോറ്റുപോയി, നമ്മൾ ജയം പാടും. പക്ഷെങ്കിൽ ആ ജയം പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശത്രു നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കൂടെ അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ കൂടെ സഞ്ചരിക്കും, കുഞ്ഞുങ്ങളിൽ കൂടെ സഞ്ചരിക്കും, നമ്മുടെ എല്ലാ വ്യക്തിപരമായിട്ടും സാമൂഹ്യപരമായിട്ടുള്ളതായ തൊഴിൽപരമായ ജീവിതങ്ങളിലൊക്കെയും അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കാരണം വല്ലവിധേനയും നമ്മളിൽ കടക്കുവാനുള്ളതായ ഒരു പഴുത് കാത്തുകൊണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ, അവന്റെ തന്ത്രങ്ങളോട് മനസ്സിലാക്കി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്താതെ ആത്മാവിന്റെ ബലത്തിൽ കാക്കുന്നവർക്ക് മാത്രമേ ദൈവ സാന്നിധ്യത്തെ എക്കാലവും അനുഭവിച്ചൊരു ജയജീവിതം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ശത്രു നമ്മെ വിട്ടുപോയിട്ടില്ല, നമ്മുടെ പുറകെ അനുധാവനം ചെയ്യുന്നുകൊണ്ട്. ആ ശത്രുവിനെ ജയിക്കുവാൻ ഈ പ്രഭാതത്തിലും ദൈവത്തിന്റെ വചനം ദൈവശക്തിയാൽ, ദൈവത്തിന്റെ ജ്ഞാനത്താൽ, കൃപയാൽ നമ്മെ നിറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.